ഈസി സിനി ടോക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടാക്കാൻ ഓർത്ത് വന്നതാണ്. ആരോ, ജോജു ജോർജ്, കിച്ചു ടെല്ലസ് ഒക്കെ അഭിനയിക്കുന്ന സിനിമയാണ് ആരോ. ട്രെയിലർ രണ്ടാമത്തതാണ് വന്നിട്ടുള്ളത്, ഒന്നാമത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടു കളയാം. കരീം ആണ് ഡയറക്ടർ, വിജിബാൽ ആണ് മ്യൂസിക്. അപ്പോൾ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. വിത്ത് റീപ്രൊഡക്ഷൻസ്. ജ്വല്ലറിയിലെ സെയിൽസ് ഗേൾസ് ആയിരുന്നു. കല്യാണ പെണ്ണിനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ഒരുക്കങ്ങളൊക്കെ എതിരെയായി. പൂരങ്ങള് ഗംഭീരായിട്ട് നടന്നു. പൂരത്തിന്റെ മൊത്തം ക്രെഡിറ്റ് അടിച്ചെടുത്തൂലേ? എന്താ നിനക്കെന്നൊരു വിലയില്ലാത്ത? ചിരിക്കണ്ട, താമര പറഞ്ഞതാ. ഞങ്ങളുടെ അമ്മയുടെ മരണശേഷം ഇവക്ക് ഞാനും എനിക്ക് ഇവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്ലുകടി ഉണ്ടോ? പ്രാണത്തെ സ്വർണ്ണപ്പണി പഠിക്കാൻ പോയപ്പോഴാണ് ഉമ്മക്കൊരു ഒരു ബിസിനസ് മൈൻഡ് വന്നത്. ബിസിനസ് ഉണ്ട്, അത് അപ്പനാക്കി ഉണ്ടാക്കിയതാ. ഞാനൊന്ന് വിപുലപ്പെടുത്തി, അത്രേ ഉള്ളൂ. ഓനെന്ത് ഇവിടെ? ഞാനിവിടെയൊക്കെ തന്നെ കുറച്ച് ദിവസം കാണും. എന്തായി പരിസരത്ത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഒരു ശത്രു സംഹാര പൂജയുണ്ട്. അല്ല, അയാളുടെ ജ്വല്ലറിൽ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടി അവിടത്തെ വിട്ട് മരിച്ചില്ലേ? അത് ശരിക്കും ഒരു അപകടമരണമായിരുന്നു. ഞാനോനെ കണ്ടാ സാറേ, ആ 5.5 കോളിനാണ് താമസം. നിങ്ങളുടെ കോളനിയിൽ ഈ അടുത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നോ? സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഉണ്ടാവും. പിന്നെ നിനക്ക് എന്തിനാണ് ഈ ഗുണ്ടകള്? കുണ്ടാളോ? എനിക്കോ? പക്ഷെ എനിക്കെന്തോ ഈ കേസിൽ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയാം സാർ, എനിക്ക് കുറച്ചുകൂടി സമയം തരണം. നമുക്ക് രണ്ടാൾക്കും ഇപ്പൊ ഒരേ ലക്ഷ്യ, ഓന്റെ മയ്യത്ത്. പക്ഷെ വെൽ പ്ലാൻഡ് ആയിട്ട് ബുദ്ധി ഉപയോഗിച്ച് വേണം അത് ചെയ്യാൻ. കരീം. ആരോ. സ്റ്റോറി ഡയറക്ഷൻ കരീം. സ്ക്രിപ്റ്റ് റഷീദ് പാറക്കൽ. എന്തോ ഒരു സൂക്കറുണ്ട് കേട്ടോ. എന്തോ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നി, നമ്മൾ 2016, 13, 14 സമയത്ത് ആൾക്കാർ ഇങ്ങനെ സാധാ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയില്ലേ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഇനി എന്താ അറിയത്തില്ല, അങ്ങനെ എന്തോ തോന്നി എനിക്ക്. ഒരു ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നി മൊത്തത്തിൽ. എന്തോ ഒരു ബഡ്ജറ്റ് അത്ര ഉള്ളായിരിക്കും ചിലപ്പം, അതിൻ്റെയൊക്കെ ആയിരിക്കും തോന്നുന്നു. ട്രെയിലർ കുഴപ്പമില്ല, പടം വരട്ടെ. ഒരു ഒരു ഒഴുക്ക് തോന്നത്തോലോ ഇതിന് പടത്തിൽ. പിന്നെ എവിടെ ഡയലോഗ്സിലൊക്കെ എവിടെയൊക്കെ ഒരു പിടുത്തമുള്ള പോലെയോ എന്തൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലെ തോന്നി. ഒരു സൂക്കറുണ്ട്. പടം വരുമ്പം റെഡി ആകുവാണെന്ന് നോക്കാം. പടം നന്നായി വരട്ടെ. അപ്പം ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പടത്തിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പടം വരട്ടെ, നോക്കാം. ജോജു ജോർജ് ഒക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും മോശമാകില്ല. പുള്ളി കുറച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. അപ്പോൾ വരട്ടെ, ബൈ.